മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് A.P. സ്മിജി എന്ന ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. മലപ്പുറം ജില്ലയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന് പുതിയ പാഠം പകരുകയാണ് ഇപ്പോൾ മലപ്പുറം. പിതാവ് A.P. ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഉപാധ്യക്ഷയായിരിക്കുകയാണ് അഡ്വക്കേറ്റ് A.P. സ്മിജി. മുസ്ലിം ലീഗാണ് സ്മിജിയെ ഉപാധ്യക്ഷയാക്കിയത്. വെള്ളാപ്പള്ളി നടേശനുള്ള നല്ലൊരു മറുപടിയാണിതെന്ന് സ്മിജി തന്നെ പറയുന്നു. ജനറൽ സീറ്റ് നിർത്തി മത്സരിപ്പിച്ചു. ഇപ്പോഴിതാ പ്രതിപക്ഷമില്ലാത്ത മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരിക്കുകയാണ്. മലപ്പുറത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നവരോട് ഒരു മധുര പ്രതികാരം. എന്നാൽ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുൻപിൽ നിൽക്കവെയായിരുന്നു നാളിതുവരെ കേൾക്കാത്ത തരത്തിൽ വെള്ളാപ്പള്ളി മലപ്പുറത്തിനെതിരെ തിരിഞ്ഞത്. വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗം ഒരിക്കൽ കൂടി കേൾക്കണം. നിങ്ങളുടെ പ്രത്യേക രാജ്യത്തിനിടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മലപ്പുറം പ്രത്യേകതരം രാജ്യമാണ്, ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി. ഇതിനിടയിൽ സ്മിജി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിട്ട വാക്കുകളും വൈറലാണ്. അതിങ്ങനെ: ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞു തന്ന കഥകളിലൊക്കെ പാണക്കാട് തങ്ങന്മാരുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി വീട്ടിൽ തൂക്കിയിട്ട ഫോട്ടോകളിലൊന്ന് ശിഹാബ് തങ്ങളുടേതാണ്. ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളിലും പാണക്കാട് ചെന്ന് സന്തോഷം പറയാതെ കടന്നുപോയിട്ടില്ല. അച്ഛൻ ഈശ്വരവിശ്വാസിയായിരുന്നു. വിശ്വാസ കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയ പോലെ അച്ഛൻ മറ്റൊന്നുകൂടി ഞങ്ങളെ പഠിപ്പിച്ചു: പാണക്കാട് കുടുംബവുമായുള്ള ബന്ധം. ആ കുടുംബം സഹോദര സമുദായങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെ ചെറുപ്പത്തിലെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോഴും ഞങ്ങളെ ചേർത്തു നിർത്തി. അപ്രതീക്ഷിതമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന്. ജനറലായ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്രയോ സീനിയരും യോഗ്യരുമായ പലരുമുണ്ടായിട്ടും എന്നെയാണ് തങ്ങൾ പ്രഖ്യാപിച്ചത്. അച്ഛൻ പറഞ്ഞു തന്ന കഥകളൊക്കെ ഞാൻ ഇന്ന് യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം, പാണക്കാട് കുടുംബത്തിൻ്റെ സാഹോദര്യ സ്നേഹം, മലപ്പുറത്തിൻ്റെ ഈ സ്നേഹപാഠം തലമുറകളിലൂടെ പരന്നൊഴുകട്ടെ എന്നാണ് അഡ്വക്കേറ്റ് A.P. സ്മിജി എഴുതിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര നാളായിട്ടും അതിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും മലപ്പുറത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ അടിയാണ് അഡ്വക്കേറ്റ് A.P. സ്മിജിയുടെ പദവിയെന്ന് പറയാതെ വയ്യ.